ഓടക്കുഴലിനെ കുറിച്ച് ആശാൻ പറഞ്ഞു തരുന്ന ബാലപാഠങ്ങൾ ക്ഷമയോടെ കേട്ടും അനുസരിച്ചും കൗതുകത്തോടെ പഠിക്കുന്ന ശിഷ്യൻ. ജാപ്പനീസ് സംഗീത സംവിധായകനും മെട്രോപൊളിറ്റൻ വനൌട്ട് ബാൻഡ് സ്ഥാപകനുമായ മുട്ടോയോ മിയൌച്ചിയാണ് തൃപ്പൂണിത്തുറ ഹരിമുരളി അക്കാദമിയിലെ ഷാജി ടി ഹരിമുരളിയുടെ ശിഷ്യൻ. കേരളത്തിലെത്തിയിട്ട് വെറും 5 ദിവസം. എന്നാൽ ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഓടക്കുഴലിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തിരിക്കുകയാണ് മുട്ടോയ. അപ്പോൾ ഫോണിലൂടെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഒരു രാത്രി കൊണ്ട് ഈ ഫ്ലൂട്ടിലെ ബേസിക്സ് സരിഗമ പദനിസ സാനിധപ്പ മഗരീസ എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനിയിലെ ബേസിക് പാഠങ്ങൾ ഒരു രാത്രി കൊണ്ട് പഠിച്ച് പിറ്റേ ദിവസം ഇവിടെ ക്ലാസ്സിന് വന്നപ്പോൾ അദ്ദേഹം മ്യൂസിക് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിനാണ് ഇവിടെ പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നത്. അത് എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഓടക്കുഴൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ മുട്ടോയ ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് വണ്ടി കയറി. എന്നാൽ നിരാശയുടെ ജപ്പാനിലേക്ക് മടങ്ങി. വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെത്തിയ മുട്ടോയ ഹാപ്പിയാണ്. കാരണം കേരളവും അധ്യാപകൻ ഷാജിയും മുട്ടോയ്ക്ക് അത്രമേൽ പ്രിയമാണ്. Kerala, it's more than amazing. I'm just speechless. Soft. People are soft, really. So I fell in love with Kerala. His soul. It's so pure and kind. സംഗീതത്തിൽ ഡോക്ടറേറ്റ് കൂടാതെ മാത്തമാറ്റിക്സിലും തൽപരനാണ്. ജാപ്പനീസ് സംഗീത ഉപകരണമായ ഷാമിസനാണ് മുട്ടോയയുടെ ഉപകരണം. ബാലപാഠങ്ങൾ പഠിച്ചതാവട്ടെ അമ്മയിൽ നിന്നും. മാത്രമല്ല വയലിൻ, കീബോർഡ് തുടങ്ങി നിരവധി സംഗീതോപകരണങ്ങളിലും അദ്ദേഹം തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. My mother is, playing shamisen as a hobby. ഇനിയും നേടിയെടുക്കുവാനുള്ള സ്വപ്നങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്രമാത്രം. If I can spend one day, every day, happily, it's really great for me. 5 ദിവസത്തെ പഠനത്തിന് ശേഷം ജപ്പാനിലേക്ക് തിരികെ പോകുന്ന മുട്ടോയ അധ്യാപകന് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ജപ്പാനിൽ ഇദ്ദേഹത്തിന് നല്ല ഹോൾഡുള്ള ഒരു മ്യൂസിക് ബാൻഡും അവിടെ ഒരു മ്യൂസിക് സർക്കിൾ ഇദ്ദേഹത്തിനുണ്ട്. അവിടെ ഇന്ത്യൻ ബാംബു ഫ്ലൂട്ട് പ്രചരിപ്പിക്കുന്നതിന് ഇദ്ദേഹം എന്തായാലും പ്രതിജ്ഞാബദ്ധനാണെന്ന് എന്നോട് ഇതുവരെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓണക്കാലത്ത് കേരളത്തിലെത്തണമെന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. കേരളം ലോകരാജ്യങ്ങൾക്കിടയിൽ പലവിധത്തിലും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓടക്കുഴലിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ മുത്തോയ തിരഞ്ഞെടുത്തതും കേരളം തന്നെ. നമ്മൾ മലയാളികൾ അങ്ങ് ജപ്പാനിലും ഫേമസ് ആണ്. ക്യാമറമാൻ മനോജ് മാർശേരിക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാൻ തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്നേഹ, മുട്ടോയ മിയൌച്ചി ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ. ജപ്പാനിൽ നിന്ന് ഓടക്കുഴൽ പഠിക്കാനായി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപകരണം എന്ന് പറയുന്നത് പ്രധാനമായും വായിക്കുന്നത് ഷാമിസനാണ്. അതൊരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതും നമ്മുടെ ഈ ഫ്ലൂട്ടും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. അതും ഒരു 5 ദിവസം കൊണ്ട് തന്നെ വളരെ നന്നായി അത് പഠിച്ച് അധ്യാപകനെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണല്ലേ? മുട്ടോയോ ശരിക്കും ഒരു അതിശയം തന്നെയാണ്. ആദ്യമായി നമ്മൾ കാണുമ്പോൾ ഇത്രയും വലിയൊരു സംഗീതജ്ഞനാണെന്നൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. അദ്ദേഹം ഒരു ജപ്പാനിലെ തന്നെ പ്രശസ്ത ബാൻഡിൻ്റെ സ്ഥാപകനാണ്. 2017 ആ ബാൻഡ് തുടങ്ങിയത്. സ്വന്തമായി സംഗീതം നിരവധി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ ഉപകരണങ്ങളിൽ സംഗീത ഉപകരണങ്ങളിൽ വിദഗ്ധനായ ഒരാളാണ്. അപ്പോൾ ആദ്യം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം, അദ്ദേഹത്തിൻ്റെ അനുസരണയോടെയുള്ള ആ ഒരു പഠനം, അതായത് ഈ പറഞ്ഞ അധ്യാപകൻ ഷാജി ഹരിമുരളി അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വിനയത്തോടു കൂടി ഓരോന്നും പറയുന്നത് നോട്ട് ചെയ്തെടുക്കുന്നു. മാത്രമല്ല മറന്നു പോകുന്നൊരു പേടി കാരണം അത് ഫോണിൽ പകർത്താനായിട്ട് നോക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ടു നിന്ന് നമ്മളെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. മാത്രമല്ല അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പം ഞൊടിയിട കൊണ്ടാണ് അത് പഠിച്ചെടുക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണെന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, സംഗീതത്തോടുള്ള അടങ്ങാത്ത ഒരു പാഷൻ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മാക്സിമം മലയാളം, അതായത് കേരളത്തിൽ വന്ന് മലയാളത്തിൽ തന്നെ പറയാനായിട്ട് നോക്കുകയാണ്. നന്ദി തുടങ്ങിയ ശുഭദിനം തുടങ്ങിയ വാക്കുകളൊക്കെ അദ്ദേഹം കുറച്ചായിട്ട് പഠിച്ചെടുക്കുന്നു എന്നുള്ള കാര്യമാണ്. ഒരു 5 ദിവസമായതേ ഉള്ളൂ അദ്ദേഹം കേരളത്തിൽ എത്തിയിട്ട്. 5 ദിവസം എത്രയേറെ പഠിച്ചു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൂടിയാണ്. 4 വയസ്സ് മുതലാണ് മുത്തോയോ
അതായത് ഈ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയത്, വയലിനിലായിരുന്നു സംഗീതം അഭ്യസിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ കാണുന്ന നിലയിൽ അദ്ദേഹം വലിയൊരു ബാൻഡൊക്കെ വികസിപ്പിച്ച് എടുത്തത്. അതിലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിലെത്തി നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം കേരളത്തിലെ ഒരു ആലപ്പുഴയിൽ പോയപ്പം ഒരു ഹൈസ്കൂളിലെ പിള്ളേർ അദ്ദേഹത്തെ കേരളത്തെക്കുറിച്ച് മോശം വാക്കുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ കേരളത്തിൽ അദ്ദേഹം രസകരമായിട്ടാണത് പറയുന്നതെങ്കിലും കേരളത്തിലുള്ളവർക്ക് ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിദേശികൾ കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ മഹിമ പുറത്തുള്ള അല്ലെങ്കിൽ വിദേശികൾക്ക് അത് അവർ മറ്റ് രാജ്യങ്ങളിൽ പോയി അത് തങ്ങളുടെ കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പറയുന്ന വിധത്തിൽ അത്രയേറെ അഭിമാനകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത്തരമൊരു കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഇതും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ രസകരമായ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ കാര്യങ്ങൾ മലയാളികളായ നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും മുത്തോയോ തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഈ മൊട്ടോയ എന്ന് പറയുന്നത് വളരെ അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഗീതത്തിനോടുള്ള പാഷൻ കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ച് വരിക, അതും വളരെ പെട്ടെന്ന് തന്നെ ആ ഫ്ലൂട്ട് പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ സംഗീതം ഇനി ജപ്പാനിൽ മുഴങ്ങി കേൾക്കട്ടെ അല്ലേ?